അമ്മാവാ ഇതാ. പറഞ്ഞൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. എന്തെന്നാ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. പഞ്ചസാരയുടെ കാര്യം ഓക്കെ, എന്നാ കുരുമുളകിന്റെ കാര്യത്തിൽ ഇത്തിരി പിശുക്ക് കാണിച്ചിട്ടുണ്ട്. എന്താടാ ഉറക്കം തോങ്ങി? നീ കുടിച്ചില്ലേ ജ്യൂസ്? ഒടുക്കത്തൊരു ജ്യൂസ്. ഇവിടെ തലയാണെങ്കിൽ മിക്സി പോലെ കറങ്ങുക. എന്താ പറഞ്ഞേ? എന്റെ വയറ് ശരിയല്ല മുത്തശ്ശ. മുത്തശ്ശ സമാധാനായിട്ട് കുടിക്ക്, ഞാൻ പിന്നെ കുടിച്ചോളൂ. ഓക്കെ? ഓക്കെ ഓക്കെ. അമ്മാവാ അമ്മാവാ, സിദ്ധാർത്ഥ് എന്താ അമ്മ ഇത്? നല്ലൊരു ചാൻസ് അല്ലേ മിസ്സാക്കിയത്? സോറിയുടെ അപ്പു, എനിക്ക് പേടി വന്നിട്ടാ. അടുത്ത പ്രാവശ്യം പറയാം. അടുത്ത തവണ പറയുമ്പോഴേക്കേ ശ്രീയുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ? അവളുടെ ഭർത്താവിനോട് പോയി പറഞ്ഞാ മതി. ഉമ്മയാണത്ര അമ്മ. ഹലോ, ആരാ? ഞാനാ, രവീന്ദ്രനാ, ശ്രീയുടെ അച്ഛൻ. ഓ നമസ്കാരം. സുഖായിരിക്കുന്നോ? സുഖമായിരിക്കുന്നു. ക്ഷമിക്കണം, നിങ്ങളെ ബുദ്ധിമുട്ടിച്ചെന്ന് തോന്നുന്നു. നിങ്ങളോട് കുറച്ച് സംസാരിക്കണമായിരുന്നു. വീട്ടിൽ വന്നപ്പോ എല്ലാവരുടെയും മുന്നിൽ വെച്ച് സംസാരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണോ? കുഴപ്പമില്ല, പറഞ്ഞോളൂ. ഫോണിൽ പറഞ്ഞാൽ ശരിയാവില്ല. നിങ്ങളുടെ വീടിനടുത്തുള്ള ആ ഗണപതി ക്ഷേത്രം വരെ ഒന്ന് വരാമോ? ഉറപ്പായിട്ടും വരാം. പക്ഷെ എന്തിനു വേണ്ടിയാ? പേടിക്കാനും മാത്രമൊന്നുമില്ല. നിങ്ങൾ അവിടെ വരൂ, സംസാരിക്കാം. ശരി, ഞാനും സിദ്ധാർത്ഥും ഇപ്പൊ തന്നെ വരാം. സിദ്ധാർത്ഥ് വേണ്ട, നിങ്ങൾ മാത്രം വന്നാ മതി, പ്ലീസ്. ശരി, വരാം. ആദി, ഇരിക്കെ. ഏട്ടനോട് ഞാനാ വരാൻ പറഞ്ഞേ. വീട്ടിലെ മുതിർന്നവര് ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരിക്കേണ്ടതാണ്. നമസ്കാരം. നമസ്കാരം. ഇരിക്കൂ. ഇത് പൂർണിമയുടെ ജാതകമാണ്. ഇത് നോക്കിയിട്ട് ഒരു നല്ല ദിവസം പറഞ്ഞാട്ടെ. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. മാധവൻ സാറ് ജനന തീയതി, നക്ഷത്രം ഇതെല്ലാം എനിക്ക് നേരത്തെ തന്നു കഴിഞ്ഞു. മാത്രമല്ല, ഒരു നല്ല ദിവസം നോക്കിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് കഴിഞ്ഞ് കൃത്യം 15-ാം ദിവസം വയറുകാണൽ ചടങ്ങിനൊരു നല്ല മുഹൂർത്തമുണ്ട്. അത് വെള്ളിയാഴ്ച ദിവസമാണ്. നിങ്ങൾക്കതിന് സമ്മതമാണോ? വളരെ സന്തോഷം. അന്ന് തന്നെ നടത്താം. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെക്കാം. നിങ്ങൾ തന്നെ മുന്നിൽ നിന്ന് എല്ലാം ഭംഗിയായി നടത്തി തരണം. തീർച്ചയായും സാറേ. സാറിന്റെ വീട്ടിലൊരു ചടങ്ങാകുമ്പോ അത് പ്രത്യേകിച്ച് പറയണോ? അപ്പൊ ശരി, ഞാൻ ഇറങ്ങട്ടെ. ശരി. ഒരു നിമിഷം ജോത്സരെ. വീട്ടിൽ വന്നൊരു നല്ല കാര്യത്തിന് ദിവസം കുറിച്ചിരിക്കുക. ഇതങ്ങ് സ്വീകരിക്കണം. ദക്ഷിണയും ഇതിലുണ്ട്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. താമ്പൂലം വേണ്ടെന്ന് പറയാൻ പാടില്ല. ഞാൻ വാങ്ങാം. ദക്ഷിണ ഞാൻ വാങ്ങില്ല. കാരണം മാധവൻ സാറ് ഞങ്ങൾക്ക് ചെയ്ത ഉപകാരം വെച്ച് നോക്കുമ്പോ ഞാൻ ഈ ദക്ഷിണ വാങ്ങിയാൽ ദൈവം പോലും പൊറുക്കില്ല. തിരുമേനി, അത് വേറെ ഇത് വേറെ. വാങ്ങിക്കോളൂ. മാധവൻ സാർ, ദയവ് ചെയ്ത് നിർബന്ധിക്കരുത്. എന്നാ ഞാൻ ഇറങ്ങട്ടെ. പൂർണിമ, ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. മൂത്ത മരുമകൾക്ക് ഇത് കൊടുക്കണമെന്ന് നീ എപ്പോഴും പറയുമായിരുന്നല്ലോ. ആ ആഗ്രഹം നിറവേറ്റുന്നതിനായി ഒരു നല്ല ദിവസത്തിനു വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു.
ഇന്നാണ് ആ ദിവസം. പൂർണിമ, ഞാൻ നിർബന്ധിക്കുന്നില്ല. നിന്റെ ഭർത്താവിന്റെ അനുവാദം ഉണ്ടെങ്കിൽ വാങ്ങിക്കുമോളെ. എടുത്തോളൂ. വരൂ വരൂ. വന്നാട്ടെ വന്നാട്ടെ. അന്ന് ഞാൻ വീട്ടിൽ വന്നപ്പോ കല്യാണത്തിനെ കുറിച്ച് അമ്മാവനോട് സംസാരിക്കാന്ന് പറഞ്ഞിരുന്നു. എനിക്കിതുവരെ സമയം കിട്ടിയില്ല. കുറച്ചുകൂടെ സാവകാശം തരണം. അയ്യോ, നിങ്ങൾ സംസാരിക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ആ അതെ, ഇങ്ങ് വന്നേ. അവരെന്താ അകത്ത് ക്ലീൻ ചെയ്യാത്തത്? എന്തെങ്കിലും ചോദിച്ചാ മറന്നു പോയെന്ന് പറയും. എനിക്കറിയില്ല. വേഗമായി ക്ലീൻ ചെയ്. എന്താ എന്താ ചിരിക്കുന്നേ? ആ തിരുമേനി പറഞ്ഞത് കേട്ട് ചിരി വന്നതാ. മറന്നുപോയെന്ന് ചിലര് വെറുതെ പറയുന്നതാ. ചിലര് രക്ഷപ്പെടാൻ വേണ്ടി ഈ വാക്ക് ഉപയോഗിക്കും. പക്ഷേ മറ്റു പലർക്കും അതൊരു ശാപം തന്നെയാ. എന്താ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ മറവി എന്ന് പറയുന്നതും ഒരു അസുഖമാ. ആദ്യമൊക്കെ മൊബൈൽ എവിടെ വെച്ചു എന്ന് മറന്നുപോകും. അത് കഴിഞ്ഞ് ഗുളിക കഴിച്ചു എന്നുള്ളത് പോലും മറന്നുപോകും. അതും കഴിഞ്ഞ് ഗ്യാസ് ഓഫ് ചെയ്തോ ഇല്ലയോ എന്ന് പോലും മറന്നുപോകും. പിന്നെ പിന്നെ ഈ അസുഖം കൂടിയിട്ട് അയൽവാസികളെയും ബന്ധുക്കളെയും എല്ലാം ആരെയും ഓർമ്മ ഉണ്ടാവില്ല. അയ്യോ, മറവി ഒരു രോഗമാണെന്നോ? അത് കാരണം ഇങ്ങനെയൊക്കെ സംഭവിക്കോ? അത് മാത്രമല്ല, പിന്നെ അങ്ങോട്ട് നമ്മൾ ആരാ, നമ്മുടെ വീട് ഏതാ, എന്റെ ഭാര്യയും മക്കളും ഒക്കെ ആരാ, അങ്ങനെ എല്ലാം മറന്നുപോകും. വീട്ടിൽ നിന്ന് പുറത്തു പോയവര് വീടിന്റെ അഡ്രസ്സും ഒക്കെ മറന്ന് എവിടൊക്കെയോ അലയും. ദൈവമേ, ഇങ്ങനൊരു രോഗം ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. ഈ ഭയാനകമായ അസുഖമുള്ളത് വേറെ ആർക്കുമല്ല, എനിക്ക് തന്നെയാ. ഇത് നമ്മുടെ ശ്രീ ആദ്യമായിട്ട് സിനിമ കാണാൻ കൊണ്ടുപോയപ്പോ എടുത്ത ഫോട്ടോയാ. അപ്പൊ അവള് കൊച്ചു കുട്ടിയാ. സിനിമയിലെ അമ്മ വേഷം കാണുമ്പോ എന്റെ മുഖത്ത് തന്നെ നോക്കിയിരിക്കും. അവൾ എന്താ ചോദിക്കാൻ പോന്നേന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് അതിന് മറുപടി പറയാൻ വിഷമിച്ചിട്ട് ഞാൻ അവളുടെ മുഖത്ത് നോക്കുകയില്ല. ഇത് എന്റെ ശ്രീ ആദ്യമായിട്ട് പാടി പ്രൈസ് വാങ്ങിയതാ. തുളസിക്കതിർ നുള്ളിയെടുത്തു എന്നുള്ള പാട്ട് പാടിയതാ. ഞാനാ അവളെ പഠിപ്പിച്ചത്. ഞാൻ പാടുന്നത് കേട്ടിട്ട് എത്ര നന്നായിട്ടാ അച്ഛൻ പാടുന്നേന്ന് പറഞ്ഞു. കള്ളിപ്പെണ്ണ്. ഞാൻ നിങ്ങളെ ചേട്ടാന്ന് വിളിച്ചോട്ടെ? ചേട്ടൻ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. എല്ലാ രോഗത്തിനും ഒരു മരുന്ന് ഉറപ്പായിട്ടും ഉണ്ടാവും. ഞാൻ അപ്പുവിനോട് സംസാരിക്കാം. എല്ലാവരും കൂടെ ചേർന്ന് ചേട്ടന് നല്ലൊരു ഡോക്ടറെ കൊണ്ട് കാണിക്കാം. സുഖപ്പെടുന്ന അസുഖമായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് വിളിക്കില്ലായിരുന്നു. പക്ഷേ എനിക്കിങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് ശ്രീക്കും അറിയില്ല, സിദ്ധാർത്ഥിനും അറിയില്ല. ശ്രീക്ക് അറിയില്ലെന്നോ? ഇല്ല. അറിഞ്ഞാ പിന്നെ കല്യാണം തന്നെ വേണ്ടെന്ന് പറഞ്ഞു കളയും. ഈ അസുഖം ഇനിയും മുന്നോട്ട് പോകുമ്പോ ഈ അസുഖം ഇനിയും കൂടുമെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുക. എനിക്ക് ഒരാഗ്രഹമേ ഉള്ളൂ. ഞാൻ ജീവനേക്കാൾ സ്നേഹിക്കുന്ന എൻ്റെ മോളെ ഞാൻ നീ ആരാ അങ്ങനെ ചോദിക്കുന്നതിന് മുമ്പ് അവളെ നിങ്ങളുടെ മകളാക്കണം. ചേട്ടാ, നിങ്ങൾ ഒന്നിനെ കുറിച്ച് ആലോചിക്കണ്ട.
ശ്രീയും സിദ്ധാർത്ഥും തമ്മിലുള്ള കല്യാണം എത്രയും പെട്ടെന്ന് നടത്തേണ്ടത് എന്റെ ഉത്തരവാദിത്വം. ഇപ്പോഴാണോ എത്തിയത്? ഒരു കാപ്പി വേണമെങ്കിൽ 3 പ്രാവശ്യം അടുക്കള കയറി ഇറങ്ങേണ്ട ഗതികേടാ. ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഇവിടെ ആരുമില്ലെന്നായി. തുളസി, എന്താ അമ്മാവ? ഞാനിവിടെ സംസാരിക്കുന്നതൊന്നും നീ കേൾക്കുന്നില്ല. അത്രയ്ക്ക് ആലോചിക്കാനത് എന്താ ഇവിടെ നടക്കുന്നത്? എന്നോട് ഒരു വാക്കുപോലും പറയാതെ നീ എവിടേക്കാ പോയത്? അമ്മാവ, അത് ഈ വീട്ടിലാരും ഇല്ലേ? ഇത് ആ ഒളിച്ചോടി പോയവിടെ ശബ്ദമാണല്ലോ. എന്ന് വെച്ചാൽ ഈ വീട്ടിലേക്ക് അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് വരാനുള്ള ധൈര്യമായിരിക്കുന്നു എന്നർത്ഥം. വരട്ടെ വരട്ടെ, അവളുടെ തൊലി ഉരിച്ചിവിടെ തോരണം കെട്ട് ഞാൻ. വേണ്ട അമ്മാവ, ഞാൻ പോയി സംസാരിച്ചിട്ട് വരാം. ഇത്രയും നാള് നീ സംസാരിച്ചൊക്കെ മതി. ഇനി അവളോട് ഞാൻ സംസാരിക്കും. അമ്മാവ, ഇറങ്ങ്, പുറത്തിറങ്ങ്. ഇനി ഒരടി നീ മുന്നോട്ട് വെച്ചാൽ നിന്റെ കാല് ഞാൻ അടിച്ചൊടിച്ചു കളയും. ഓ, അങ്ങ് ഒടിക്കും. എന്റെ കാലേ അമ്മ ഉണ്ടാക്കുന്ന മുറുക്കൊന്നും അല്ല ഒടിക്കാൻ. എന്ത് ധൈര്യത്തിലാണ് നീ ഇങ്ങോട്ട് വന്നത്? ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാ ഞാൻ പിന്നെ എങ്ങോട്ട് പോവും? ജനിച്ച വീട്ടിലേക്കല്ലേ വരാൻ പറ്റൂ. ഓ, ജനിച്ച വീട്. വീടിന്റെ അഭിമാനം റോഡിൽ എറിഞ്ഞിട്ട് ഒരു ഉപയോഗമില്ലാത്ത ഒരുത്തന്റെ മകനോടൊപ്പം നീ ഒളിച്ചോടി പോയില്ലേ? അപ്പോഴൊക്കെ എവിടെ പോയടി നിന്റെ ജനിച്ച വീട്? ഞാൻ സ്നേഹിച്ചു കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞാ നിങ്ങൾ ആശീർവദിച്ച് എന്നെ കെട്ടിച്ചു വിടുമായിരുന്നോ? ഹിറ്റ്ലറിനെ പോലെ പെരുമാറാതെ നന്നായിട്ടിരുന്നെങ്കിൽ എപ്പോഴും ഞാൻ പറഞ്ഞേനെ. കണ്ടല്ലോ കണ്ടല്ലോ നിന്റെ മകളെ. മുതിർന്നവരോട് അല്പമെങ്കിലും ബഹുമാനം ഉണ്ടോക്ക്. മുത്തശ്ശ ഒന്ന് സമാധാനിട്ടിരിക്കുക, അവളോട് ഞാൻ സംസാരിക്കാം. അല്ല, ഇപ്പൊ എന്താ നിന്റെ പ്രശ്നം? എന്റെ അമ്മായിച്ചനെ മുത്തശ്ശൻ അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞ് അപമാനിച്ച് ഇറക്കി വിട്ടു. ആ ദേഷ്യത്തില് അങ്ങേരെന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. എന്റെ അമ്മായിച്ചനെ ഫോൺ ചെയ്ത് വരുത്തിയത് ഈ കളവനാ. എന്നിട്ട് വിളിച്ചിട്ട് അപമാനിച്ചിരിക്കുന്നു. ദേ സന്ധ്യ, മുത്തശ്ശനോട് മര്യാദയ്ക്ക് സംസാരിക്കേ. നിങ്ങളുടെ അമ്മായിച്ചനോട് ബഹുമാനം ഇല്ലാത്ത സംസാരിച്ച നിങ്ങൾക്ക് എങ്ങനെ ദേഷ്യം വരും, അതുപോലെ തന്നെ എന്റെ അമ്മായിച്ചനെ അപമാനിച്ച എനിക്കും ദേഷ്യം വരും. അങ്ങനെ ബഹുമാനിച്ചില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. ഞാൻ ഇനി എങ്ങോട്ട് പോവാനാ? ചുടുകാട്ടിലോട്ട് പോയിക്കോ. ഒരു കാര്യം പറഞ്ഞേക്കാം, നീ ഇപ്പൊ കേട്ടോ. നീ എന്തുമാത്രം ഇനി കരഞ്ഞാലും നാടകം കളിച്ചാലും നിന്നെ ഈ വീട്ടിനകത്തേക്ക് കയറ്റുന്ന പ്രശ്നമേ ഇല്ല. എന്തുകൊണ്ട് പറ്റില്ല എന്ന് എനിക്കൊന്ന് കാണണമല്ലോ. സന്ധ്യ, ഒരു മിനിറ്റ് നിൽക്ക്. കണ്ടോ ഈ കളവൻ കാണിക്കുന്നത്? കിളവനെന്ന് പറഞ്ഞ കാരണക്കുറ്റി അടിച്ചാൽ പൊട്ടിക്കും. മുത്തശ്ശൻ എനിക്ക് വേണ്ടിയല്ലേ വഴക്കുണ്ടാക്കുന്നത്. ഈ പ്രശ്നം ഞാൻ തീർത്തോളാം. മുത്തശ്ശ, എടാ, ഇവളെ പറ്റി നിനക്ക് അറിയില്ല. മുത്തശ്ശ, ഈ പ്രശ്നം ഞാൻ തീർത്തോളാം പറഞ്ഞില്ലേ? വാ വാ വാ. നീ അകത്തോട്ട് കേറിയാൽ വെച്ചേക്കരുത് നിന്നെ. ഏട്ടാ, ഇപ്പൊ എന്ത് ചെയ്യണോന്ന് നീ തന്നെ പറ. എന്റെ ഭർത്താവിന്റെ വീട്ടിലും കേറ്റില്ല, നിങ്ങളും എന്നെ സ്വീകരിക്കില്ല. ഞാനിപ്പോ തെരുവില്ല ഏട്ടാ. അയ്യോ, അങ്ങനെയൊന്നും സംസാരിക്കാതെ. അമ്മ, നിങ്ങൾ മിണ്ടരുത്. നിങ്ങൾ കാരണം ഇതൊക്കെ സംഭവിച്ചേ. അയ്യോ, ഞാനെന്താ ചെയ്തേ? അന്ന് ഇത്രയൊക്കെ സംഭവിച്ചതിന് ശേഷം എന്നെ ഒന്ന് ഫോൺ ചെയ്ത് ചോദിച്ചൂടായിരുന്നോ? ഒന്നും സംഭവിക്കാത്തത് പോലെ മിണ്ടാതിരുന്നില്ലേ? സന്ധ്യ, നീ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുന്നത് ആദ്യം നിർത്ത്. എന്നിട്ട് നിന്റെ പ്രശ്നത്തിന് എന്താണ് സൊല്യൂഷൻ എന്നുള്ളത് ആലോചിക്കുക. ഇതിൽ ആലോചിക്കാനൊന്നുമില്ല. നീ എന്റെ നാത്തൂൻ പിങ്കിയെ കല്യാണം കഴിച്ചാലേ ഈ എല്ലാ പ്രോബ്ലം സോൾവ് ആവുള്ളൂ. സന്ധ്യ, മറ്റുള്ളവരുടെ ഇഷ്ടത്തിനു വേണ്ടി അപ്പുവിന്റെ ജീവിതം എന്തിനാ നശിപ്പിക്കുന്നേ? അപ്പു, അമ്മേ, അമ്മ മിണ്ടാതിരിക്കുക. അമ്മ പോയി മുത്തശ്ശനെ സമാധാനിപ്പിക്കുക. ഞാൻ ഇവിടെ കൊണ്ടാക്കിയിട്ട് വേഗം വരാം. നീ പോകുന്നോ? ഏട്ടാ, അവരെന്നെ അവിടെ കയറ്റില്ല. നീ എന്റെ കൂടെ വാ, നിന്റെ വീട്ടുകാരോട് ഞാൻ സംസാരിക്കാം. നിനക്ക് ഒരു പ്രശ്നം ഉണ്ടാവാതെ ആ വീട്ടിൽ കയറ്റേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ്. മനസ്സിലായോ? അമ്മേ, എന്റെ ബൈക്കിന്റെ കീയും എടുക്ക. വാ. എല്ലാം വിചാരിച്ചതുപോലെ നടക്കുന്നുണ്ട്. ഏട്ടൻ വീട്ടിൽ വന്നതിന് ശേഷം എങ്ങനെയെങ്കിലും ബ്രെയിൻ വാഷ് ചെയ്ത് കല്യാണം നടത്തിയെടുക്കണം. Hey, sweetheart. Hi. Yeah, at home. ഇല്ലില്ല, ആരും കേൾക്കില്ല. യാ, ഞാനൊന്ന് പറഞ്ഞിരുന്നില്ലേ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് മീറ്റിംഗ് ഉണ്ടായിരുന്നു എന്ന്. അതുകൊണ്ടാണ് കുറച്ച് ബിസി ആയി പോയത്. ഷാൽ വി മീറ്റ് ടുമാറോ? ഓക്കെ, ഷുവർ. ബൈ.
ഫ്രണ്ടാ ചെറിയമ്മേ. ഓ. അത് പിന്നെ നാളെ ഞങ്ങൾ മീറ്റ് ചെയ്യാന്ന് പറയായിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചില്ലല്ലോ അഭി. എന്തിനാ പാനിക് ആകുന്നേ? പാനിക്കോ? നാളെ മീറ്റിംഗ് അല്ലേ, അതിന്റെ ടെൻഷനാ ചെറിയമ്മേ. എന്നാ ഞാൻ അങ്ങോട്ട് പൊക്കോട്ടെ. താങ്ക് യു. സംതിങ് ഇസ് ഗോയിങ് ഓൺ. ആദി വളരെ ഇന്നസെന്റാ. അവൻ എന്നോടെല്ലാം പറയും. പക്ഷെ ഇവൻ അങ്ങനെ അല്ലല്ലോ. ഇവനിലൊരു കണ്ണുണ്ടാവുന്നത് നല്ലതാ. അച്ഛാ, അനസൂയ, അനസൂയ, പിങ്കി, ഇതാരാ വന്നിരിക്കുന്നത് നോക്ക്. കുചേലന്റെ വീട്ടിൽ കുബേരൻ വന്നതുപോലെ തോന്നുന്നു. അയ്യോ, നമ്മുടെ വീട്ടിലോട്ടൊക്കെ ആര് വരാനാണെന്നേ. മരുമകളെന്ന് പറഞ്ഞാൽ ഇതാണ്. നിന്റെ അമ്മയുടെ വീട്ടിൽ പോയി കല്യാണക്കാര്യം പറഞ്ഞിട്ട് വാ എന്ന് പറഞ്ഞാൽ മരുമോനെ തന്നെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുകയല്ലേ. മരുമോനെ, നിൽക്കുന്ന എന്തിനാ? ഇരിക്കേ, ഇവിടെ ഇരിക്കേ. എന്റെ പൊന്നു മരുമകളാ, നീ ഒരു മഹാലക്ഷ്മിയാ. മരുമോനെ തന്നെ നോക്കിക്കൊണ്ട് ഇവിടെ തന്നെ നിന്നാൽ എങ്ങനെയാ? പോയി കാപ്പി എടുത്തിട്ട് വാ. മധുരം കുറച്ച് കൂടുതലിട്ട്. ഒരു മിനിറ്റ്, അതിനൊന്നും ആവശ്യമില്ല. നിങ്ങളെല്ലാം എന്നെ സ്വീകരിക്കുന്ന രീതി കണ്ടിട്ട് എന്നിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നു എനിക്ക് തോന്നുന്നത്. ബട്ട് ഐ എം സോറി, നിങ്ങളുടെ പ്രതീക്ഷകൾക്കൊത്ത് ഞാൻ വരില്ലെന്ന് പറയാനായിട്ടും കൂടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിക്ക് ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണ്. ഞാൻ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അവളെ മാത്രമേ വിവാഹം കഴിക്കൂ. പേര് ശ്രീലക്ഷ്മി. ഞങ്ങൾ 3 വർഷമായിട്ട് പ്രണയത്തിലാ. നീ പ്രേമിച്ച എല്ലാം ആയോ? വീട്ടുകാർ സമ്മതിക്കണ്ടേ? അവളുടെ വീട്ടുകാർ സമ്മതിച്ചു കഴിഞ്ഞു. നമ്മുടെ അമ്മയ്ക്കും ഓക്കെയാണ്. ഇനി മുത്തശ്ശനോടും കൂടിയേ സംസാരിക്കാനുള്ളൂ. അമ്മ സമ്മതിച്ചെന്നോ? അപ്പൊ പ്രിയങ്കയുടെ ഫോട്ടോ കൊടുത്തപ്പോ അമ്മ ഒന്നും പറഞ്ഞില്ലല്ലോ. അമ്മയ്ക്ക് അപ്പോൾ ആ കാര്യം അറിയില്ലായിരുന്നു. എല്ലാവരെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയാ ഞാൻ തന്നെ ഇങ്ങോട്ട് വന്നത്. ഏട്ടാ, ഞാനിത് ഏട്ടന്റെ അടുത്തൊന്നും എക്സ്പെക്ട് ചെയ്തില്ല. അല്ല ഏട്ടാ, പ്രേമിക്കുന്നല്ലേ ഉള്ളൂ, കല്യാണമൊന്നും ആയില്ലല്ലോ. നിന്റെ അനിയത്തിക്ക് വേണ്ടിയിട്ട് അതൊന്നും ഒഴിവാക്ക്. ഏട്ടൻ പ്രിയങ്കയെ കല്യാണം കഴിക്കുകയാണെങ്കിൽ മുറിഞ്ഞു പോയ നമ്മുടെ 2 വീട്ടുകാരുടെ ബന്ധവും വീണ്ടും ഒരുമിക്കും. വീട്ടുകാർ തമ്മിൽ എങ്ങനെയാണ് ബന്ധം മുറിഞ്ഞത്? നീ നമ്മുടെ വീട്ടുകാരെ കുറിച്ച് പോലും ആലോചിക്കാതെ ഇങ്ങോട്ടേക്ക് ഓടി വന്നതല്ലേ, അതുകൊണ്ടാ. എന്നിട്ട് നീ ഇപ്പോ എന്നെ ബന്ധങ്ങളുടെ വാല്യൂവിനെ കുറിച്ച് പഠിപ്പിക്കാണോ? എടാ, കഴിഞ്ഞതിനെ പറ്റിയൊക്കെ എന്തിനാ വീണ്ടും പറയുന്നത്? നീ സ്നേഹിച്ചാൽ മാത്രം അതിനൊരു കുഴപ്പമില്ലാതെ നടക്കണം. എന്നാൽ ഞാൻ സ്നേഹിച്ചാൽ അത് കുറ്റമല്ലേ? അങ്ങളെ, കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്ന ഞാൻ വിചാരിക്കുന്നു. എന്നോടുള്ള ദേഷ്യത്തിന് എൻ്റെ അനിയത്തിക്ക് ശിക്ഷ കൊടുക്കാൻ മാത്രം നിങ്ങൾ തരം താഴ്ന്ന ആളല്ലെന്ന് ഞാൻ കരുതുന്നു. ഈ കുടുംബത്തിലുള്ള എല്ലാവരും എന്നെ വന്ന് അനുഗ്രഹിക്കണം. എല്ലാവരും വരണം. ഞാൻ ഇറങ്ങുന്നു. പോട്ടെ. കൺഗ്രാറ്റ്സ് ഏട്ടാ, നല്ലത് വരട്ടെ. താങ്ക്സ് മോളെ. മരുമോളെ, നീ നിന്റെ ചേട്ടനോടെല്ലാം ഭംഗിയായിട്ട് നടക്കും, കൺഗ്രാജുലേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അതിനിടയിൽ നിന്റെ മനസ്സൊക്കെ മാറിയോ? അപ്പോ 2 കോടി രൂപ വിലമതിക്കുന്ന സ്വത്തുക്കൾ, എന്റെ പൊന്നു ഭഗവാനെ, ഗോവിന്ദ ഗോവിന്ദ. ആ വീട് നമുക്ക് തന്നെ അച്ഛാ.